ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നിർമ്മാല്യ ദർശനത്തിൻ്റെ പുണ്യത്തെ പറ്റി അറിയാം. ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം കോടി കോടി പുണ്യം തരുന്ന ഒന്നാണ്. ഇതിൻ്റെ കാരണം, രാത്രി അത്താഴ പൂജയും കഴിഞ്ഞ് മേൽശാന്തി നടയടച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഋഷിവര്യന്മാരും ദേവഗണങ്ങളും ഭഗവാന്റെ പൂജയ്ക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ ദേവഗണങ്ങളാലും ഋഷിവര്യന്മാരാലും പൂജിക്കപ്പെടുന്ന ഭഗവാൻ അതീവ സന്തുഷ്ടനായിരിക്കുമെന്നാണ്. അതീവ സന്തുഷ്ടനും അതീവ ചൈതന്യവുമായിരിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ പിറ്റേന്ന് രാവിലെ നട തുറക്കുന്നുടനെ കാണുന്ന ഭക്തരിലേക്ക് ഭഗവാന്റെ ചൈതന്യം 10 മടങ്ങായിട്ട് എത്തുമെന്നാണ് വിശ്വാസം. ദേവന്മാരുടെയും ഋഷിവര്യന്മാരുടെയും പൂജകൾ കൊണ്ട് അതീവ സന്തോഷവാനായിരിക്കുന്ന ഭഗവാന് സ്നാനകർമാദികളെല്ലാം കഴിഞ്ഞ് പള്ളി ഉണർത്തുന്ന മേൽശാന്തി ഗോപുരവാതിൽ തുറക്കുമ്പോൾ ഓടിയെത്തുന്ന ഭക്തജനങ്ങളോട് ഭഗവാന് ഭയങ്കരമായ സ്നേഹമുണ്ടാവും, അല്ലെങ്കിൽ അനുകമ്പയുണ്ടാവും. ഭഗവാന്റെ ഈ അനുകമ്പയ്ക്ക് നമ്മളെല്ലാവരും പാത്രീഭൂതരാവാൻ ശ്രമിക്കുക. അതായത് നിർമ്മാല്യ ദർശനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നേടിയെടുക്കണം. ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനത്തിന് ഭയങ്കര സവിശേഷതയാണ്. എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എല്ലാവരെ കൊണ്ടും പറ്റുന്നില്ല എങ്കിൽ പോലും പരമാവധി ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് നടത്തിത്തരും, ഉറപ്പാണ്. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ നിർമ്മാല്യ ദർശനം ഒരിക്കലെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവുക. ഭഗവാന്റെ തിരുനടയിൽ നിർമ്മാല്യത്തിന് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്താൻ ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുക. മിക്കവാറും പോകുന്നവരുണ്ട്, അവരൊക്കെ ഭാഗ്യവാന്മാർ തന്നെയാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഞാൻ ഇടുന്ന ഈ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.